നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അഞ്ജലി വരുമെന്ന് എനിക്കറിയായിരുന്നു. സോറി പ്രസാദേട്ടാ, ആദ്യമേ തന്നെ ഞാൻ ക്ഷമ പറയുക. ക്ഷമയോ? എന്തിന്? വീട്ടിൽ വെച്ച് പറയരുതാത്ത വാക്കുകൾ പറഞ്ഞതിന്, ആരതി പരുഷമായിട്ട് സംസാരിച്ചപ്പോ അവളെ തടയാതെ നോക്കി നിന്നതിന്. മനസ്സിലാക്കിയ ഒരു ശൂന്യതയായിരുന്നു ആ സമയത്ത്. എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് പറയാവുന്നത്, എന്താണ് പറയരുതാത്തത്, ഒന്നും തന്നെ നിശ്ചയമില്ലാത്തൊരവസ്ഥ. അതിനിടയ്ക്ക് ആരതി ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയെന്നറിഞ്ഞു. എല്ലാത്തിനും പ്രസാദേട്ടൻ ക്ഷമിക്കണം ഞങ്ങളോട്. ഓ, ക്ഷമയുടെ ഒന്നും കാര്യമില്ല അഞ്ജലി. എല്ലാം കൈവിട്ടു പോകുന്നെന്ന് തോന്നുന്നൊരവസ്ഥയില് ആരായാലും ഇങ്ങനെയൊക്കെ തന്നെ പ്രതികരിക്കും. ഞാനതൊന്നും കണക്കിലെടുക്കാറില്ല. പ്രസാദെ കണ്ടായിരുന്നോ? പ്രസാദേ, അഞ്ജലി കയറി വന്നപ്പോ ഞാൻ ചില കുത്തുവാക്കുകൾ പറഞ്ഞുപോയി. സോറി അഞ്ജലി, ആ നേരത്തെ ഒരു വികാരത്തിലേക്ക് പറഞ്ഞു പോയതാ. കണ്ടോ, ഇവിടെ ഇപ്പൊ എല്ലാരും വികാര ജീവികളാ. അതൊക്കെ മാറ്റിവെച്ചിട്ട് ആരതിയുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്താന്ന് വെച്ചാ പറ. ഇപ്പൊ നമ്മുടെ ആവശ്യം അതാണ്. ആരതിയുടെ പ്രശ്നത്തിന് ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. ആരതിയെ കൊച്ചേട്ടന് കൊടുക്കുക, അവരുടെ കല്യാണം നടത്തുക. അല്ലാതെ വേറെ എന്ത് പരിഹാരം ഇതിനുള്ളത്? അതെ, ഞാനും കാണുന്ന പരിഹാരം അത് തന്നെയാ. പക്ഷേ അതിനവള് സമ്മതിക്കണ്ടേ? അതാണ് ഈ വിഷയത്തിലെ കീറാമുട്ടി. അവള് മാത്രമല്ല, മുരളി ഇടംതിരിഞ്ഞ് നിൽപ്പാണ്. അവന്റെ സമ്മതവും നമ്മൾ നിർബന്ധിച്ച് വാങ്ങേണ്ടി വരും. മുരളിയുടെ കാര്യത്തിൽ എനിക്ക് ആശങ്ക ഒന്നുമില്ല. പ്രസാദ് ഒന്ന് കടുപ്പിച്ച് പറഞ്ഞാൽ വിവാഹത്തിനൊന്നല്ല, വിഷം കുടിക്കാൻ പോലും അവൻ തയ്യാറാകും. അത്ര ഗ്യാരണ്ടിയാ. മനസ്സിലായി. അവിടെ ആര്യയുടെ കാര്യത്തിലും എനിക്ക് ഇതുപോലെ പറയാൻ പറ്റും. പക്ഷെ ആരതി, അവളെ അനുസരിപ്പിക്കാൻ എളുപ്പമല്ല പുഷ്പൻ ചേട്ടാ. ഏത് കാര്യത്തിലും അവൾക്കൊരു നിർബന്ധ ബുദ്ധിയുണ്ട്. അതിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കാൻ അത്ര എളുപ്പമല്ല ആർക്കും. അഞ്ജലി വിഷമിക്കണ്ട. ആരതിയുടെയും മുരളിയുടെയും കാര്യത്തില് ഞാൻ ചില സൂത്രപ്പണികളൊക്കെ ആലോചിക്കുന്നുണ്ട്. അഞ്ജലിയും പ്രസാദും അതിനൊപ്പം ഒന്ന് നിന്നു തന്നാ മതി. എന്താ, പറ്റുമോ? ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ? അതിനുള്ള എന്ത് സൂത്രപ്പണിക്കും ഞാൻ കൂട്ടുനിൽക്കും. ഞാൻ റെഡിയാ പുഷ്പൻ ചേട്ടാ. എന്നാൽ കലണ്ടറിൽ മാർക്ക് ചെയ്തോ, ഇന്ന് 10 ദിവസത്തിനുള്ളിൽ നമ്മൾ ആരതിയുടെയും മുരളിയുടെയും കല്യാണം നടത്തും. അതിന്റെ തിരക്കഥാ സംഭാഷണം സംവിധാനം ഈ പുഷ്പൻ നിർവഹിക്കും. സംഭാഷണ സംവിധാനമൊക്കെ ഇഷ്ടം പോലെ ചെയ്തോ. പക്ഷേ നമ്മൾ അവരുടെ കല്യാണം നടത്തുകയാണെന്ന കാര്യം മുരളി ആരതി അറിയരുത്. എല്ലാം മംഗളമായി നടന്ന ശേഷം മതി അവരറിയുന്നത്. അതെ, അങ്ങനെ മതി. അല്ലെങ്കിൽ ആരതി വല്ല കടുങ്കയും ചെയ്തോളയെന്ന് ഉറപ്പാ. എങ്കിൽ തിരക്കഥ അങ്ങനെ സെറ്റ് ചെയ്ത് കളയാം. പക്ഷേ കഥ നടക്കാൻ പോകുന്ന അഞ്ജലിയുടെ വീട്ടിൽ നിന്ന് നമുക്കൊരു ഗസ്റ്റ് അപ്പിയറൻസ് വേണ്ടി വരും. ഒരല്പം അഭിനയം അറിയാവുന്ന വ്യക്തി. അങ്ങനെ ആരുണ്ട് അവിടെ? അത് ഞാൻ പറയാം. പുഷ്പൻ ചേട്ടൻ ഈ പറഞ്ഞ രീതിയിൽ വേഷം കെട്ടാൻ അവിടെ ഒരാളെ ഉള്ളൂ. നമ്മുടെ സീതമ്മ തന്നെ. എന്താ, കാസ്റ്റ് ചെയ്യാൻ പറ്റുമോ? സീതമ്മ സെലക്ടഡ്. ഡൺ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.